രണ്ടാം ബഹിരാകാശ നടത്തത്തിന് ഒരുങ്ങി മലയാളിയായ അനിൽ മേനോൻ. അല്പസമയത്തിനകം ബഹിരാകാശ നടത്തത്തിന് തുടക്കമാകുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രിക സോഫി എഡിനോയുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആന്റിന മാറ്റിവെക്കുകയാണ് നടത്തത്തിന്റെ ദൗത്യം. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ദൗത്യം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും മാരിയ, ഇപ്പോൾ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടമായി ഒന്നാമതായി അനിൽ മേനോൻ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കൃത്യമായി ആ ബഹിരാകാശ യാത്രികൻ അല്ലെങ്കിൽ ബഹിരാകാശ നടത്തുന്ന സഞ്ചാരി ഇപ്പോൾ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വഴിയിലൂടെ, അതായത് ഹാച്ച് തുറന്ന് കൃത്യമായ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഈ ബഹിരാകാശ നടത്തമാണ് അനിൽ മേനോനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ബഹിരാകാശ നടത്തമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. നേരത്തെ നമുക്കറിയാം 6-ാം തീയതി അദ്ദേഹം ബഹിരാകാശ നടത്തത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് വീണ്ടും ബഹിരാകാശ നടത്തത്തിന് ഇറങ്ങുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ തന്നെ ഘടകമായ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആന്റിന മാറ്റിവെക്കുന്ന ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോഫിയ എഡിനോ ഉൾപ്പെടെയുള്ള രണ്ടുപേരാണ് ബഹിരാകാശ നടത്തത്തിന് ഭാഗമാകുന്നത്. 6.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ നടത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം രണ്ടുപേരും പുറത്തിറങ്ങുകയും ഈ ആന്റിന പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബഹിരാകാശ നിലയത്തിൻ്റെ ആന്റിന മാറ്റിവെക്കുന്നത് അനിവാര്യമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. കഴിഞ്ഞ തവണ ഇറങ്ങിയത് ബഹിരാകാശ നിലയത്തിൻ്റെ പവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങൾ, അതായത് സോളാർ സംവിധാനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇത്തവണ ബഹിരാകാശത്തേക്ക് ഇറങ്ങുന്നത് ഈ ആന്റിന മാറ്റിവെക്കാനാണ്. ഇനി ഒരു തവണ കൂടി ഇതേ ദൗത്യ സംഘത്തിൻ്റെ ബഹിരാകാശ നടത്തമുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. അല്പസമയത്തിനകം പൂർണ്ണമായും രണ്ടുപേരും പുറത്തിറങ്ങി ബഹിരാകാശ നടത്തം പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ബഹിരാകാശ നടത്തുന്ന ആ ആസ്ട്രോനോട്ട് കൂടി ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. രണ്ടുപേരും പുറത്തിറങ്ങുന്നതോടുകൂടി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യമായ ഈ ബഹിരാകാശ നടത്തം ആരംഭിക്കുകയും ചെയ്യും. 6.5 മണിക്കൂറോളം ഇവർ ബഹിരാകാശത്ത് ചെലവഴിക്കുകയും 6 മണിക്കൂർ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചെലവഴിക്കുകയും ആ പുറത്ത് ചെലവഴിക്കുന്ന നേരം മുഴുവൻ കൃത്യമായും ആന്റിനെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരിക്കും ചെയ്യുക. അത്തരത്തിൽ നിരവധിയായ ദൗത്യങ്ങൾ ഈ ബഹിരാകാശ നടത്തം എന്ന് പറയുമ്പോൾ, നേരത്തെ അനിൽ മേനോൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ബഹിരാകാശ നടത്തം എന്ന് പറയുമ്പോൾ അത് ആദ്യ മലയാളി ബഹിരാകാശ നടത്തത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ചരിത്രപരമായ സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ബഹിരാകാശ നടത്തത്തിന് അദ്ദേഹം ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ ബഹിരാകാശ നടത്തമാണ്. ഒപ്പമുള്ള സോഫിയ എഡിനോയുടെ ആദ്യ ബഹിരാകാശ നടത്തം കൂടിയാണ്. ഇപ്പോൾ ഈ ബഹിരാകാശ നടത്തം പൂർത്തിയാകുന്നതോടെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് മലയാളി രണ്ടാം തവണയുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ കൂടി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം തുടർ നടപടികൾ, അല്ലെങ്കിൽ തുടർന്ന് മറ്റ് ആ ആന്റിനെ ഫിക്സ് ചെയ്ത ഭാഗത്തേക്ക് സഞ്ചരിച്ചതിന് ശേഷം ആന്റിനെ ഫിക്സ് ചെയ്യുന്ന ആ ഭാഗത്ത് കൃത്യമായി എത്തി ആന്റിനെ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യമായിരിക്കും നടക്കുക. ഏറ്റവും നിർണായകമായ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ ഈ രണ്ട് ബഹിരാകാശ യാത്രികർക്കും സാധിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നത്. ആര്യ, യെസ്, വ്യക്തമാണ്. മലയാളിയായ അനിൽ മേനോന്റെ രണ്ടാം ബഹിരാകാശ നടത്തത്തിന് തുടക്കമായിരിക്കുകയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രിക സോഫി എഡിനോയോടൊപ്പം ആണ് അനിൽ മേനോന്റെ രണ്ടാം ബഹിരാകാശ നടത്തം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആന്റിന മാറ്റിവെക്കുകയാണ് നടത്തത്തിന്റെ ദൗത്യം.